ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ലെന്നേ. ഇന്ന് എനിക്ക് പറയണം. പറയൂ, പറഞ്ഞു തീർക്കൂ. എനിക്ക് മറുപടി പറയാനുണ്ട്. പറഞ്ഞു തീർക്കൂ. ഇവരൊക്കെ സ്റ്റേറ്റ് കാറി പോയപ്പോ തിരുവനന്തപുരത്ത് ഇവരെ നേതാവാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ കിടന്ന് അടികൊണ്ടവർ, കേസിൽ പ്രതിയാക്കപ്പെട്ടവർ, ഞങ്ങളുടെ സഹോദരങ്ങൾ നൂറുകണക്കിന് ആളുകൾ ഈ ചർച്ചയ്ക്ക് പുറത്തുണ്ട്, ഈ പ്ലാറ്റ്ഫോറത്തിന്റെ പുറത്തുണ്ട്. മറന്നു പോകേണ്ടതില്ല. നിങ്ങൾക്കും കിട്ടാനുള്ളത് കിട്ടിയിട്ടുണ്ട് ഈ പാർട്ടിയിൽ. നിങ്ങൾ ഈ പാർട്ടിയൊന്നും കുറ്റപ്പെടുത്താനൊന്നും ആയിട്ടില്ല. ഈ പാർട്ടി സീറ്റ് കിട്ടും, ഈ പാർട്ടി സീറ്റ് കിട്ടാതിരിക്കും. അതിനുവേണ്ടി തലമൊട്ടയടിച്ച് പാർട്ടി അവഹേളിക്കല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കാണിച്ചത് വളരെ മോശത്തരം. ചേച്ചി വലിയൊരു കാര്യം മനസ്സിലാക്കിയോ? ചേച്ചി മനസ്സിലാക്കേണ്ട, ചേച്ചി ഈ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം കിട്ടിയവരാണ്. സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം കിട്ടിയ ആളാണ്. തോൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും മലമ്പുഴയിൽ സീറ്റ് കിട്ടിയ ആളാണ്. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി സീറ്റ് കിട്ടണമെന്ന് പിന്നെ അതിയായ ആഗ്രഹമുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയാം, നേരിട്ടറിയാം. പക്ഷെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഒരു പ്രാവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പാർട്ടി ഓഫീസ്, NCPയുടെ പാർട്ടി ഓഫീസിൽ പോയി ചേച്ചി തലമുട്ടയടിക്കോ? CPMൽ ഏതെങ്കിലും ഒരു വനിതാ പ്രവർത്തക അല്ലെങ്കിൽ NCPയുടെ വനിതാ പ്രവർത്തക തങ്ങളെ ഏതെങ്കിലും ഒരു ബോർഡിൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് വെച്ചില്ല എങ്കിൽ പോയി തലമുട്ടയടിച്ചിട്ട് ആ പാർട്ടി നിർത്താൻ പറ്റുമോ? നിങ്ങൾ ചെയ്ത് ശരിയാണോ? നിങ്ങളെ കരളിന്റെ കഷ്ടമായി കൊണ്ടു നടന്ന പാർട്ടി അവരുടെ സീറ്റ് പരിഗണിച്ചപ്പോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏറ്റുമാനൂർ സീറ്റ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ഏറ്റുമാനൂർ സീറ്റ്, ആ ഏറ്റുമാനൂർ സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിക്കകത്തുനിന്നും ശക്തമായ സമ്മർദ്ദം കേരള കോൺഗ്രസുമായിട്ടുണ്ടായി. പക്ഷെ നെഗോസിയേഷൻ നടത്തിയപ്പോ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതിന് ഫലമായി ഏറ്റുമാനൂർ സീറ്റ് എടുത്ത് കേരള കോൺഗ്രസ് ജോസഫിന് കൊടുക്കേണ്ടി വന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടൂലേ? പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിച്ചോക്ക്, 5 കൊല്ലക്കാലം ഈ പാർട്ടിയുടെ ചെലവിൽ നിങ്ങൾക്കറിയോ, ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് ചുവന്ന ബോർഡ് വെച്ച കാർ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കിടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, 2.5 നിങ്ങളുടെ പ്രിയങ്കരനായ ഭർത്താവ്, വന്ധ്യനായ നിങ്ങളുടെ ഭർത്താവിന് ഈ പാർട്ടി ചിഹ്നത്തിൽ സീറ്റ് കൊടുത്തിട്ടുണ്ട്. ആവട്ടെ, ഒരു ദിവസമാവട്ടെ ചേച്ചി, ഒരു പഞ്ചായത്ത് മെമ്പറാവാൻ പറ്റാത്ത ഒരു 10,000 ഈ പാർട്ടിയിലുണ്ട്. അറിയോ, ഈ പാർട്ടി കൊണ്ട് ജീവിതത്തിൽ രക്തസാക്ഷിയാവരുണ്ട്. ഈ പാർട്ടിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ കൊടി പിടിച്ചത് കൊണ്ട് തല വെട്ടിയെടുക്കപ്പെട്ട ഷുഹൈബുണ്ട്, ഷുഹൈബിന്റെ പിതാവ് മുഹമ്മദ് ഉണ്ട്. ഈ പാർട്ടി ഒന്നും കൊടുത്തിട്ടില്ല. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചതിന് വെട്ടിയറുക്കപ്പെട്ട കൃപേഷിന്റെ അച്ഛനും ശരത്ലാലിന്റെ സഹോദരിയും ശരത്ലാലിന്റെ പിതാവും ഈ ചർച്ച കാണുന്നുണ്ടാവും. നിങ്ങൾ ആലോചിക്കണം. ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, ഈ പാർട്ടിയുടെ കൊടി പിടിച്ചു എന്നൊരൊറ്റ കാരണത്താൽ കൈകാലികൾ വെട്ടിയെറുക്കപ്പെട്ടവർ, വിധവകളാക്കപ്പെട്ടവർ, പിതാക്കന്മാരെ നഷ്ടപ്പെട്ടു പോയവർ, കാലിന്റെ താഴെ വെച്ച് അടിച്ചൊടിക്കപ്പെട്ടവർ, നിരങ്ങി നടക്കുന്നവർ, മുറിച്ചു മാറ്റപ്പെട്ടവർ, കേസും തിണ്ണയുമായി നടക്കുന്നവർ, കള്ളക്കേസിൽ കാലാഗ്രഹത്തിൽ അടച്ചിട്ടവർ, 10,000 കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവിടെ കണ്ണുനിന്ന് വരുന്നത് കണ്ണീരല്ല, ചോരയാണ്. നിങ്ങൾക്ക് 2.5 കൊല്ലമെങ്കിലും സ്റ്റേറ്റ് കാർ നിങ്ങളുടെ വീടിന്റെ മുറ്റിൽ കിടന്നിട്ടുണ്ട്. നിങ്ങളുടെ വന്ധ്യനായ ഭർത്താവിന് നിയമസഭയിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടണമായിരുന്നു എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്തത് ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന് യുദ്ധത്തിന് പോകുമ്പോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് നേർക്കുനേർ യുദ്ധത്തിന് പോകുമ്പോ, ഞങ്ങളുടെ രക്തസാക്ഷികളുടെ രക്തമൊഴുകിയ മണ്ണിൽ ഞങ്ങളുടെ പാർട്ടിയുടെ 80-90 പരം നേതാക്കന്മാർ യുദ്ധരംഗത്തേക്ക് ഇറങ്ങുമ്പോ ഒരു പാർട്ടിയുടെ ഓഫീസിന്റെ മുമ്പിൽ പോയി നിന്ന് വളരെ മോശമായി തലമൊട്ടയടിച്ചുകൊണ്ടൊരു പാർട്ടിയെ കരിമാരി തെച്ചാൽ നിങ്ങൾക്ക് ഈ പാർട്ടി നിൽക്കാൻ പറ്റുമോ? ഈ പാർട്ടി നിങ്ങൾ ഉണ്ടാക്കിയതല്ല. ഈ പാർട്ടി BRM ഷമീറിന്റെ പാർട്ടിയല്ല. ഈ പാർട്ടി 10,000 വരുന്ന ഒന്നും ആവാതെ പോയ ആളുകളുടെ പാർട്ടിയാണ്. നിങ്ങൾ അത് മനസ്സിലാക്കി.